അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. സ്നേഹക്കൂട്ടിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അർഹമായി ഏറ്റവും നന്നായി ഈ റമദാൻ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സ്നേഹക്കൂടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുടുംബവുമായി ബന്ധപ്പെട്ടും മക്കളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കുടുംബത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഫെബ്രുവരി അതുപോലെ തന്നെ മാർച്ച് എന്നത് പരീക്ഷാ കാലമാണ് എന്നും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ഏതൊക്കെ രൂപത്തിൽ കൈകാര്യം ചെയ്തു പോകണം, രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വെക്കേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് രക്ഷിതാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക്, ആ ഒരു മേഖലയിലേക്കായാലോ നമ്മുടെ ചർച്ച എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു സ്നേഹത്തോട് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അൽഹംദുലില്ലാ ഇന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ പ്രൊഫസർ കെ പി സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ വീണ്ടും ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഒരുമിച്ച് ഇരിക്കുകയാണ്. റമദാനിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ പീസ് റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഒക്കെ അള്ളാഹു ഏറ്റവും അർഹമായ രൂപത്തിൽ കേൾക്കാനും അവതരിപ്പിക്കാനൊക്കെ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹക്കൂട്, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, നമ്മൾ മാർച്ച് മാസത്തിൻ്റെ ഏകദേശം ഒരു പകുതി പിന്നിട്ട് അടുത്തൊരു അവസാനത്തിലേക്ക് പോവുകയാണ്. കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിയാൻ പോകുന്നൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ആ വെക്കേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു ബോധ്യപ്പെടുത്തൽ, ഓർമ്മപ്പെടുത്തൽ, അതുപോലെ തന്നെ നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖലയിൽ നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നമ്മുടെ സമൂഹത്തിനൊന്നാകെ അത് ഉപകരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളതിലേക്ക് ക്ഷണിക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു മനുഷ്യന് നൽകുന്ന സമയം കൃത്യമായ വിചാരണ നേരിടുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൗമാരത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പാരൻസിനാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന പക്വതയുള്ള രക്ഷിതാക്കൾ കുട്ടികളെ ഏത് രൂപത്തിൽ ഗൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഔട്ട്ലൈൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഉപകരിക്കും. നമ്മളൊക്കെ നടത്തുന്ന പല സംരംഭങ്ങളിലും കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട്, മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ട് പരാജയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു വെക്കേഷനെ, ഒഴിവ് സമയത്തെ ഏത് രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, അതിനുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഓരോ വീട്ടിലും ഓരോ രക്ഷിതാവും കുട്ടികളുമായി ഒന്നിച്ചിരുന്ന് നടത്തേണ്ടത്. അങ്ങനെ ഒന്നിച്ചിരുന്ന് നടത്തുകയാണെങ്കിൽ രക്ഷിതാക്കൾക്കുള്ള ഐഡിയാസിനേക്കാളും നല്ല ഒരുപാട് ഐഡിയാസ് ഇന്നത്തെ കുട്ടികളിലുണ്ടാവും. കാരണം അവരുടെ പാഷൻ, അവരുടെ മനസ്സിൽ അവർ താലോലിക്കുന്ന അതിയായ ആഗ്രഹങ്ങൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിരുചി, അവരുടെ താല്പര്യം, അവരുടെ ഇംഗിതം, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, ഇത് നടപ്പിലാക്കേണ്ടത് കുട്ടികളാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ആക്ഷൻ പ്ലാനാണ്, ഒരു പ്ലാനിംഗ് ആണ്. ആ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആ വെക്കേഷനെ ഏറ്റവും ഫലപ്രദമായി കാര്യക്ഷമതയോടുകൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് സമയങ്ങളിൽ പഠന വിഷയങ്ങൾക്കും പാഠ്യേതര വിഷയങ്ങൾക്കും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് പോലെ വെക്കേഷൻ പീരീഡിനെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവുക. ആ പ്ലാനിങ്ങിൽ കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഒന്നാമതായി നിർദ്ദേശിക്കാനുള്ളത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു നല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമുണ്ട്. നിഅമതാനി മാബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ് എന്നാണ്. അഥവാ രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ അധികം ആളുകളും വഞ്ചിതരാകണമെന്നുള്ളതാണ്. ഒന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തത് ഒഴിവു സമയമാണ്. അഥവാ നമ്മുടെ മക്കൾക്ക്
അവരുടെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ദീർഘമായ ഏകദേശം മിനിമം 2 മാസമെങ്കിലും ലഭിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കേരളത്തിലെ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാനോട് കൂടി നമ്മുടെ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് വ്യക്തമായൊരു ആക്ഷൻ പ്ലാൻ ഈ ഒരു വെക്കേഷനിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. സർ ഈ ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല മേഖലയിലും റാഗിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇന്നും കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ വ്യാപാരങ്ങൾ നടത്തുന്ന ഉന്നത കലാലയങ്ങളൊക്കെയാണ്. നമ്മുടെ മക്കളൊക്കെ ഒരിക്കലും അതുപോലെയുള്ളൊരു ദുരവസ്ഥയിലേക്ക് എത്തരുത് എന്നാഗ്രഹിക്കുന്ന, അതിനെക്കുറിച്ച് പേടിയോടുകൂടി ആദിയോടുകൂടി കാണുന്ന രക്ഷിതാക്കളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ മുന്നിൽ വ്യക്തമായൊരു ആക്ഷൻ പ്ലാൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അതെ, ഞാൻ പറയുന്നത് ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ടാർഗറ്റ്, നമ്മൾ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായ ഒരു ക്ലാരിറ്റി, ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത നമുക്കുണ്ടാവണം. ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്ത് പീസ് റേഡിയോയിൽ വന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര പ്രോഗ്രാമുകൾ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ട്. അതുപോലെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന 60 ദിവസങ്ങൾ അല്ലെങ്കിൽ 40 ദിവസങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് രക്ഷിതാവിന് വേണം. ആ രക്ഷിതാവ് അത് കുട്ടിയുമായിട്ട് കൂടിയാലോചിക്കണം, എന്നിട്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് അറിവ് കരസ്ഥമാക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. അതിൽ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള ബേസിക് റീസൺ എന്നുള്ളത് മൊറാലിറ്റി ഈസ് മിസ്സിങ്. ധാർമ്മികത നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ധർമ്മചിന്തയെ സംബന്ധിച്ചുള്ള അറിവ് കുട്ടികൾക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലായി കിട്ടേണ്ടതുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി കിട്ടിയിരുന്നത് മദ്രസകളിൽ നിന്നാണ്. ഇന്ന് ആ മദ്രസ സംവിധാനം വളരെ പരിമിതപ്പെട്ടു. പല കുട്ടികളും മദ്രസ പാഠങ്ങൾ പഠിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണ്. പണ്ടങ്ങനെയല്ല. കൃത്യമായിട്ട് അധ്യാപകൻ്റെ ശിക്ഷണത്തോടു കൂടി കറക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മോറൽ സ്കൂളുകളൊക്കെ സാധാരണ നടത്താറുണ്ട്. ഈ മോറൽ സ്കൂളുകൾ എന്നുള്ളത് കുട്ടികളെ കൂടി പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായി വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം കളിയും ചിരിയും തമാശയും, അതായത് കുട്ടികളുടെ മനസ്സറിഞ്ഞ് കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഒരു നല്ല സിലബസ് ക്രമീകരിച്ചുകൊണ്ട് മോറൽ ലെസൺസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ടീച്ചിങ്ങിനാണ് ഇന്ന് പ്രസക്തിയുള്ളത്. കാരണം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അത് ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരിക്കണം അത്തരം കോണ്ടൻസ് അല്ലെങ്കിൽ അതിനുള്ള ഉള്ളടക്കങ്ങൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവുക. അത് മിനിമം സമയത്തിനുള്ളിൽ അവരുടെ പങ്കാളിത്തത്തോടു കൂടി എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്കത് കൈമാറാൻ പറ്റും. കൂടാതെ അതിൽ നിന്നൊരു ഫീഡ്ബാക്ക്, കാരണം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ പതിയാനും അവർക്ക് പ്രത്യേകമായ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകാനും ഒക്കെ രക്ഷിതാക്കൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ കുട്ടികളിൽ മാറ്റം ഉണ്ടാവും. ഇന്നെന്താ സംഭവിക്കുന്നത്, രക്ഷിതാവ് ഒരു റൂട്ടിലും കുട്ടികൾ വേറൊരു റൂട്ടിലുമാണ്. എന്നിട്ട് കുട്ടികളെക്കുറിച്ച് പറയുന്നത് അവർ മൊബൈൽ ഫോണിലാണ്, അവരവരുടെ കൂട്ടുകാരുടെ കൂടെയാണ്. എന്നാൽ ഈ കുട്ടി വളരുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചാണ്. കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ 7 വയസ്സിലോ 6 വയസ്സിലോ 5 വയസ്സിലോ ഒക്കെ നമ്മൾ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് കൗമാരത്തിൻ്റെ ആ ഒരു പീക്ക് സ്റ്റേജിൽ കുട്ടികൾ വഴിതെറ്റുന്നത്. അപ്പോൾ വഴിതെറ്റാതിരിക്കാൻ അവർക്ക് കൊടുക്കേണ്ട ബാലപാഠങ്ങൾ നമ്മുടെ കൂടെ ചേർത്തുകൊണ്ട് കഥകളിൽ കൂടി അതുപോലെ തന്നെ അനുഭവങ്ങളിൽ കൂടി കാഴ്ചകളിൽ കൂടി നമ്മൾ കൈമാറുകയാണെങ്കിൽ അവിടെ മാറ്റം ഉണ്ടാവും. അല്ലേ? അതല്ല നമ്മൾക്കൊക്കെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് അത് തന്നെയല്ലേ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയൊരു കാര്യം,
അപ്പോൾ ബാക്കി 10 മാസങ്ങൾ എന്ന് പറയുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓട്ടവും മത്സരങ്ങൾ ഒക്കെയാണ്. കണ്ടൻറ് എന്നുള്ളൊരു വിഷയം, കോണ്ടൻസ് എന്നുള്ളൊരു വിഷയം നിങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് കണ്ടൻസുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച കൂടി ഒരു സമയത്ത് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ A+, ഇപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു അധ്യാപകൻ, അദ്ദേഹം ഒരു നല്ല മാത്സ് അധ്യാപകനാണ്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഇന്ന് കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങുന്നുണ്ട്. A+ വാങ്ങാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. ആ രൂപത്തിലുള്ള ട്യൂഷൻ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ A+ വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിക്ക് അവരുടെ തുടർ പഠനങ്ങളിൽ, മത്സര പരീക്ഷകളിൽ, നാഷണൽ തലത്തിൽ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറകോട്ട് പോവുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവർ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കുട്ടി പഠിക്കുമ്പോൾ ഞാൻ കാണുന്നത് അവൾ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുന്നത് മൊബൈൽ ഫോണിൽ കൂടി ക്ലാസ്സുകൾ, ഏറ്റവും നല്ല ക്ലാസ്സുകൾ കേൾക്കാനാണ്. എന്നാൽ ഈ മൊബൈൽ ഫോണിനോടൊപ്പം ടെക്സ്റ്റ് പുസ്തകം വായിക്കുക എന്നുള്ള ഒരു ശീലം ഇന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നോളജ്, അവരുടെ അറിവ്, ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ധാരണ അത് ചെറുപ്പത്തിൽ കിട്ടേണ്ടതാണ് അല്ലേ? 15 വയസ്സിലും 16ലും 18ലൊക്കെ കിട്ടേണ്ട കോണ്ടൻസ് അല്ലെങ്കിൽ ആ ഉള്ളടക്കം അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കുറേ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരു ശൂന്യത ഇന്ന് നമ്മൾ നേരിടുന്നുണ്ട്. അതാണ് അധ്യാപകൻ കാര്യമായിട്ട് എന്നോട് സംവദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻ്റ് ചെയ്യേണ്ട ഒരു വിഷയം, കുട്ടികൾക്ക് എന്താണ് പഠനം, എന്തിനാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം പഠിച്ചിരിക്കണം. ഈ പഠനത്തിൽ കൂടി കിട്ടേണ്ടത് വായനയാണ്. വായന എന്നുള്ളത് ഇന്ന് നഷ്ടമാവുകയാണ്. വായനയില്ലാതെ എങ്ങനെയാണ് പഠനം നടക്കുക? കാരണം എല്ലാ കാര്യങ്ങളും വിഷ്വൽ മീഡിയയിൽ കൂടി നമുക്ക് കിട്ടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് വായനയാണ്. അപ്പോൾ ഈ വായനയെ പ്രചോദിപ്പിക്കാനുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ അധ്യാപകരും നടത്തണം, രക്ഷിതാക്കളും നടത്തേണ്ടതുണ്ട്. കാരണം വായന നടത്തുന്ന സമയത്താണ് ചിന്ത വർക്ക് ചെയ്യുന്നത് അല്ലേ? ഒരു നല്ല പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഒരു നല്ല അനുഭവകഥ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ഇമാജിനേഷനെ ഇഗ്നൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാവനയെ അത് കത്തിക്കുന്നുണ്ട്, അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഭാവന പോലും വർക്കൗട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവർ വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം വളരെ മിനിമലാണ്. അതാണ് ഇതിൽ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കുകളെങ്കിലും വായിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളായിരുന്നു ഒരല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ടെക്സ്റ്റ് ബുക്കുകൾ ഒട്ടും വായിക്കാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് അതിലേതെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രഡിക്ഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തിരുത്ത് അത്യാവശ്യമാണ് എന്നാണ് ബഹുമാനനായ സർ നമ്മളോട് പറഞ്ഞു വെച്ചത്. അഥവാ കുട്ടികൾക്ക് കണ്ടൻറ്റുകൾ കിട്ടണം, ഉള്ളടക്കങ്ങൾ കിട്ടണം. അത് ലഭിക്കണമെങ്കിൽ ഷോർട്ട് വേയിൽ കൂടി പരീക്ഷകൾ എഴുതി ഒരു പക്ഷേ മാർക്കുകളും ഗ്രേഡുകളും നമുക്ക് വാങ്ങാൻ സാധിക്കുമെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വീണ്ടും അടിവരയിട്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ഉയർന്ന മറ്റു നമ്മുടെ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലുമുള്ള ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ്റെ എണ്ണം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം വളരെ പിറകിലാണ് എന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. അതുകൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ അത് നന്നായി പഠിക്കുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഈ ഒരു വെക്കേഷൻ സമയത്ത് റീഡിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, അത് പാഠപുസ്തകങ്ങൾ മാത്രമാവണമെന്നില്ല അല്ലേ, വേറെ എത്രയോ പുസ്തകങ്ങൾ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലഘട്ടങ്ങളിൽ വായിക്കാറുണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്കും അതുപോലെയുള്ളൊരവസ്ഥ റീഡിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ ഒരു വെക്കേഷനിൽ ക്രിയാത്മകമായി നമ്മൾ രക്ഷിതാക്കൾ ഇടപെടണം എന്നുകൂടി സ്നേഹക്കൂട് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ 11 മാസം അല്ലെങ്കിൽ 10 മാസം കുട്ടി പഠിക്കുകയാണ്. എന്തെല്ലാം കുട്ടി പഠിച്ചു, എന്തെല്ലാം കുട്ടി നേടി, ആ കുട്ടിക്ക് ഒരു അക്കാദമിക് ഇയർ ഉണ്ടായിട്ടുള്ള അനുഭവ സമ്പത്ത് എന്താണ്, അത് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരവസരം നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റും. എഴുത്തിൻ്റെ വിഷയത്തിൽ അവർ പുറകോട്ട് പോകുന്നു. അപ്പോൾ ഈ പുറകോട്ട് പോകുന്ന കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും അറബി ഭാഷയാണെങ്കിലും മലയാളമാണെങ്കിലും അതൊക്കെ അവർ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരുടെ ഭാഷയിലുള്ള വ്യുൽപ്പത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു സംഗതിയാണ് അവർക്ക് എഴുതാൻ അവസരം കൊടുക്കുക എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു ലേഖനം എഴുതുക,
ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോളേജിൽ കുട്ടികൾ ഒരു മാഗസിൻ, കയ്യെഴുത്ത് മാഗസിൻ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സാറ് ഇതിലേക്കൊരു ആർട്ടിക്കിൾ തരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ഇരുന്ന് എഴുതി കൊടുത്തു. ഇങ്ങനെ സെൽഫ് ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള സ്കില്ല്, അതാണല്ലോ വിദ്യാഭ്യാസത്തിൽ കൂടി ആർജിക്കേണ്ടത്. ഇത് ഇന്ന് ഇല്ലാതാവുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ സംശയം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അത് അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി? ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി? അവർക്ക് അവരുടെ ട്രാവലോഗ്, യാത്രാ വിവരണം എഴുതാൻ പറ്റും. ഈ യാത്രാ വിവരണം കുട്ടി എഴുതുന്നത് മുഖേന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വരും. അവിടെ നീ കണ്ട നല്ല കാഴ്ചകൾ എന്താണ്? അവിടെ നീ കണ്ട ചീത്ത കാഴ്ചകൾ എന്താണ്? അവിടെ നമുക്ക് എന്ത് പാഠമാണുള്ളത്? ആ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ നിനക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഈ രൂപത്തിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കിൽസ് പോലും കുട്ടികൾക്ക് നേടിയെടുക്കാൻ പര്യാപ്തമായ ചർച്ചകൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇന്ന് കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണ്? പ്രോബ്ലം സോൾവിങ് ആണ്. ഒരു പ്രതിസന്ധി നിത്യജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കേണ്ട പരിഹാരകനായിട്ട് രക്ഷിതാവ് അല്ലെങ്കിൽ അധ്യാപകൻ മാറുകയാണ്. എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് സ്പൂൺ ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിന അതാണ്. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നത് നമ്മളാണ്, പരിഹരിക്കുന്നതും നമ്മളാണ്. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, കുടുംബത്തിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നാൽ നേരിടേണ്ടത് എങ്ങനെയാണ്, പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട് കുടുംബത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബം സമയം ചിലവഴിക്കണം. കുടുംബത്തെ നേരിട്ട് മനസ്സിലാക്കാനും കുടുംബത്തിലുള്ള പേരൻസും അംഗങ്ങളും ഒന്നിച്ച് കൂടാനും പറ്റുന്ന സമയം കൂടിയാണ് വെക്കേഷൻ. ഇന്ന് കുട്ടികൾക്ക് ഉപ്പയെ കിട്ടുന്നില്ല, ഉമ്മയെ കിട്ടുന്നില്ല, കുടുംബത്തിലുള്ള അംഗങ്ങളെ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കറിയാം, കോളേജിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും കുട്ടികളോട് നിൻ്റെ ബ്രദർ എന്താണ് ചെയ്യുന്നത്, നിൻ്റെ സിസ്റ്റർ എന്താണ് ചെയ്യുന്നത്, നിൻ്റെ ഉപ്പൻ്റെ ജോലി എന്താണ്, ഇത്തരം പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഒരു കുട്ടിയോട് റാപ്പോ ബിൽഡപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുമ്പോൾ അതിനുത്തരം സ്വന്തം ഫാമിലിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പോലും കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയാൻ അവളുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അയൽവാസിയുടെ കാര്യം പറയാൻ പറ്റുക? സ്വന്തം കുടുംബത്തിൻ്റേത് അറിയില്ല. ഇപ്പോൾ ഒരു കുടുംബത്തിൽ മാക്സിമം 4-5 കുട്ടികളെ ഉണ്ടാവുള്ളൂ, അംഗങ്ങളെ ഉണ്ടാവുള്ളൂ. അവരുടെ പേഴ്സണൽ പ്രൊഫൈൽ എന്താണ് എന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നാട്ടുകാരുടേത് എങ്ങനെയാണ് ഈ കുട്ടികൾ ഇടപെട്ട് പറയുക? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഓരോ രക്ഷിതാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ അധ്വാനിക്കുമ്പോൾ, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ ഇൻകം ഉണ്ടാക്കുമ്പോൾ ആ അധ്വാനത്തിൻ്റെ വാല്യൂ എന്താണ്, എന്താണ് എനിക്ക് കിട്ടുന്നത്, എന്താണ് എൻ്റെ ബാലൻസ്, എത്രയാണ് എൻ്റെ കടം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വെക്കേഷൻ പീരീഡിലെങ്കിലും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ട ഒരു സമയമാണ് ഈ വെക്കേഷൻ പീരീഡ്. കമ്മ്യൂണിക്കേഷൻ ഈസ് മിസ്സിങ്. സാറിന് തോന്നിയിട്ടില്ലേ? കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കപ്പ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അടക്കുക, കുടുംബങ്ങൾ തമ്മിലൊന്ന് അടുക്കുക, കുട്ടികൾ തമ്മിൽ അടുക്കുക, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഗൃഹയോഗങ്ങൾ പ്രത്യേക ആസൂത്രണം ചെയ്ത് നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു വെക്കേഷൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനമായി നമുക്ക് വെക്കാനുള്ളത്. നമുക്കറിയാലോ, കുടുംബത്തിൻ്റെ വരുമാനം എന്ത്, എൻ്റെ പിതാവിൻ്റെ ജോലി എന്ത്, ഇതൊരു വെറും ചില വാക്കുകൾ പറഞ്ഞ് ഒഴിവാക്കുകയല്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കുട്ടികളുടെ മുഖങ്ങളാണ് സർ കടന്നു വരുന്നത്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ, ഉപ്പ എന്താ ചെയ്യുന്നത്? വിദേശത്താണ്. വിദേശത്ത് എവിടെ? അഥവാ തൻ്റെ ഉപ്പ വിദേശത്ത് ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, പോട്ടെ രാജ്യം ഏതാണെന്ന് വേണ്ട, എങ്കിൽ എന്താണ് ജോലി? ഒരു കൃത്യമായ മറുപടി ഇല്ലാത്ത വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് എല്ലാ മാസവും വീട്ടിലേക്ക് ക്യാഷ് അയക്കാറുണ്ടോ? അതിൽ അവൾ ചിരിച്ചിട്ട് പറയാൻ അയക്കാറുണ്ട്. ശരി, എങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോൾ നീ ആദ്യം ചോദിക്കേണ്ടത്, ഉപ്പ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ജോലി, ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ഒരു ഫോൺ വിളി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പിന്നീട് ഒരു പ്രാവശ്യം വന്നിട്ട് പറയണം. അപ്പോൾ ഉപ്പമാർ എവിടെ ജോലി ചെയ്യുന്നു, എന്താണ് അവരുടെ ജോലി എന്നറിയാൻ
വലിയ മുതിർന്ന കുട്ടികൾക്ക് പോലും ഇന്ന് സാധിക്കുന്നില്ല എങ്കിൽ വല്ലാത്തൊരു ഗ്യാപ്പ് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ അകന്ന് തെന്നി മാറിപ്പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണും. അപ്പോൾ എന്തായാലും അല്ല, ഇവിടെ നമ്മൾ ഇടപെടേണ്ടത്, അതായത് ഓരോരുത്തരും ഐസൊലേറ്റഡ് ആവുകയാണ്, സെക്ലൂഡഡ് ആവുകയാണ്, ഒറ്റപ്പെടുകയാണ്. അതായത് ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവറ്റ് വേൾഡ് ഉണ്ട്, സീക്രട്ട് വേൾഡ് ഉണ്ട്. ആ ലോകത്ത് അവരൊറ്റക്കാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ ഫോണിലാണ്. അവർക്ക് അവരുടേതായ സുഹൃത്തുക്കളുണ്ട്. എന്നാൽ ഈ ഫാമിലി സെറ്റപ്പിൽ വളരുന്ന ഘട്ടത്തിൽ ഒരു ഫാമിലി സിസ്റ്റം എന്താണ്, അവിടെ ഉപ്പ ആര്, ഉമ്മ ആര്, ആ മെമ്പേഴ്സ് ആര്, അവിടെ പരസ്പരമുള്ള ഒരു ടീം വർക്കിൻ്റെ അനിവാര്യത എന്ത്, ഇതൊന്നും മക്കൾക്ക് ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം രക്ഷിതാവിനാണ്. രക്ഷിതാവ് രാവിലെ മുതൽ ജോലിക്ക് പോവുകയാണെങ്കിൽ രാത്രി ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടിയുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് രക്ഷിതാവിനും ധാരണയില്ല. ഇനി എങ്ങാനും വല്ല PTA മീറ്റിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പാരൻ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിച്ചാൽ അത്തരം മീറ്റിങ്ങിൽ മിക്കവാറും പുരുഷന്മാർ, രക്ഷിതാക്കൾ, ഉമ്മമാർ വന്നാൽ പോലും ഉപ്പമാർ വരാറുമില്ല. പിന്നെ എവിടെയാണ് ഇവർക്കിത് കിട്ടുന്നത്? അപ്പോൾ കുട്ടി ഒരു ക്രൈം മോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ മോഡിലേക്ക് ഒരു ദിവസം കൊണ്ട് പോയതല്ല. ആ കുട്ടി അങ്ങനെ ആവുന്നതിന് മുമ്പ് വീട്ടിൽ അതിൻ്റെ ചില സൈൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ഈ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ അറിയണമെങ്കിൽ ഉപ്പ വീട്ടിലുണ്ടാവണം. ഇനി ഉമ്മക്ക് മാത്രമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള നോളജ് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് MDMA പോലെയുള്ള മാരകമായിട്ടുള്ള രാസലഹരികൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ത് എന്ന് ഉമ്മക്കറിയില്ലെങ്കിൽ ഈ ഉമ്മ അതിൻ്റെ അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ പബ്ലിക്കായിട്ട് അത് പറയാനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരാനോ ഒക്കെ തയ്യാറാവുള്ളൂ. അതുകൊണ്ട് പാരൻറ്റിങ്ങിൽ വലിയ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ തകരാറാണ് കുട്ടികൾ ഇങ്ങനെ ആവുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ കാണുന്ന കാഴ്ചകൾ എന്താണ്, അവരെ സ്വാധീനിക്കുന്ന സിനിമകൾ ഏതാണ്, മനസ്സിലായോ? ഇപ്പോൾ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് കണ്ട ഒരു രംഗം, ഒരു കുട്ടിയെ ബാർബർ ഷോപ്പിലേക്ക് ഒരുത്തൻ പിടിച്ചു കൊണ്ടുവന്നതാണ്. പിടിച്ചു കൊണ്ടുവന്നിട്ട് അവനെ ശക്തമായി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പിന്നെ മുടി വെട്ടിക്കുകയാണ്. കാരണം അവൻ്റെ മുടിയെല്ലാം കൂടി ഒരു കാടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുസ്ലിം സഹോദരൻ പറയുന്നത്, ഇന്നും എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. 6ലോ 7ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടികൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൃത്യമായി ഇടപെടാൻ പറ്റുന്ന അംഗങ്ങൾ കുടുംബത്തിലുണ്ടാവണം. പണ്ടത് കൊടുത്തിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു അമ്മാവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാരണവർ വീട്ടിലുണ്ടെങ്കിൽ ആ കാരണവർ പറയുന്ന വാക്കിന് വിലയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആർക്കും ആരെയും വിലയില്ലാതായി. ഇനി നന്മ ഉപദേശിക്കുന്ന ആൾക്ക് പോലും ആ നന്മ ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു പോയി. ഇത് കുട്ടികൾക്കും അറിയാം. കാരണം നമ്മളുടെ വ്യക്തി ജീവിതം, സ്വകാര്യ ജീവിതം നല്ലതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് പൊട്ടും. അത് കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ വിൽ നെവർ റെസ്പെക്റ്റ് അസ്. പിന്നീട് അവർ നമ്മെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരു വെക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രഥമമായി എനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, വളരെ ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, അധ്യാപകരുടെ ഭാഗത്തുനിന്ന് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറയെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിജയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർ, ഈ ഒരു സമയത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ഉദാഹരണത്തിനായിട്ട് എടുക്കാം. അവനൊരു 5ാം ക്ലാസ് ലെവലിൽ നിന്നും കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. എഴുത്തിൻ്റെ കാര്യത്തിലായാലും വായനയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മാത്സിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഒരു 5ാം ക്ലാസ്സിലെ മെച്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ പല രൂപത്തിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു കാര്യം അവിടെയുള്ള അധ്യാപകരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അധ്യാപകർ നമ്മളോട് ഇങ്ങോട്ട് പരിഹാരം അന്വേഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ 8ാം ക്ലാസ്സിലെയോ 9ാം ക്ലാസ്സിലെയോ 10ാം ക്ലാസ്സിലെയോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ വളരെ അടുത്ത ചില വർഷങ്ങളിലായിട്ട് ഒരു 10-25% കുട്ടികളെങ്കിലും മിനിമം, ഞാൻ ഒരു മിനിമമാണ് പറയുന്നത്, 25% കുട്ടികളെങ്കിലും മിനിമം 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥയാണുള്ളത്. അഥവാ ഒരു 1, 2, 3 ക്ലാസ്സുകളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ 8ാം ക്ലാസ്സിൽ എത്തിയിട്ട് പോലും കിട്ടാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത
കുട്ടികളായി മാറുന്നുണ്ട്. ഈ ഒരു വെക്കേഷൻ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രക്ഷിതാക്കളുടെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടികളെ എങ്ങനെ നമുക്ക് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും? ആ ഒരു മേഖല. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. അതായത് കോവിഡിൻ്റെ ആ പീരീഡിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. 1-2 വർഷം അധ്യാപന രംഗത്തും പഠന രംഗത്തും ഗ്യാപ്പ് വന്നു. സ്വാഭാവികമായിട്ട് ആ സമയത്ത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലുമൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. അതായത് വായനയാണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും അതിൻ്റെ ബേസ് കിട്ടുന്ന സമയത്താണ് ആ ഒരു ഗ്യാപ്പ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അത് നികത്താൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം, നമ്മൾ പേഴ്സണലായിട്ട് അവർക്ക് പ്രത്യേകമായ ആ ഓരോ സബ്ജക്റ്റിലും ട്യൂഷൻ കൊടുത്തു. പേഴ്സണലി അതിന് പൈസ കൊടുത്തിട്ട് തന്നെ ട്യൂഷൻ കൊടുത്തിട്ട് ആ ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കി. കാരണം കുട്ടിക്ക് അക്ഷരം അറിയില്ല, കുട്ടിക്ക് ആ മാത്സിൻ്റെ ബേസ് അറിയില്ല. സ്വാഭാവികമായിട്ട് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവില്ല. സ്വാഭാവികമായിട്ട് പിന്നെന്താ സംഭവിക്കുക? ക്ലാസ്സിലെ കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ? അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾക്ക് ക്ലാസ് എടുത്ത് തരികയാണ്, ആ ക്ലാസ് എടുക്കുന്ന ആൾ പറയുന്ന ഒന്നും നമുക്ക് ബേസിലി മനസ്സിലാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? പിന്നെ ആ ക്ലാസ്സിൽ അറ്റൻഷൻ ഉണ്ടാവില്ല. ഇതേ അവസ്ഥ കുട്ടികൾക്ക് കൂടുതലുണ്ടാവും. കാരണം കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളുടെ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കി അതിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിഹാരകരാവാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടത് എന്ത് എന്ന് അവരോട് നമ്മൾ സംവദിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കത്ത് എൻ്റെ മകൾ ഒരു കത്ത് എഴുതി. ആ കത്ത് സ്വകാര്യമായിട്ട് കുട്ടി എഴുതിയ ഒരു കത്താണ്. പക്ഷെ ആ സ്വകാര്യമായി കുട്ടി എഴുതിയ കത്തിൽ അവളുടെ ഇമോഷണൽ നീഡ്സ്, അവളുടെ വൈകാരികമായ ആവശ്യങ്ങൾ കൃത്യമായി അവൾ എഴുതിയിട്ടുണ്ട്. ഇത്തരം ഓരോ ആവശ്യങ്ങളും, ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവും, ശാരീരിക ആവശ്യങ്ങളുണ്ടാവും, മാനസിക ആവശ്യങ്ങളുണ്ടാവും, സാമൂഹ്യ ആവശ്യങ്ങളുണ്ടാവും, സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ മക്കൾക്കുള്ള ആവശ്യങ്ങളാണ്. നമ്മൾ എത്ര വലിയ തിരക്കിലാണെങ്കിലും, ഞാൻ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, നമ്മുടെ മക്കൾ ചെറുതാണ്, അവർ വളരുകയാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങൾ അവർക്ക് പൂർത്തീകരിക്കേണ്ടത് അവരുടെ രക്ഷിതാവ് തന്നെയാണ്. നമ്മൾ എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എക്സ്ക്യൂസേ അല്ല. അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഈ പ്രായത്തിൽ കുട്ടി മാനസികമായ ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ സ്കൂളിൽ നിന്നാകും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നാകും, അല്ലെങ്കിൽ അയൽവാസിയിൽ നിന്നാകും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നാവും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് അതൊന്ന് റിലീസ് ചെയ്യാനുള്ള ഒരവസരം, ഇതെങ്ങനെ പരിഹരിക്കണം, ഈ കുട്ടിക്ക് അറിയില്ല എങ്കിൽ പിന്നെ കുട്ടി എന്താ ചെയ്യുക? പെട്ടെന്ന് വേറെ കാര്യങ്ങളാണ് ചിന്തിക്കുക. അതാണ് സൂയിസൈഡും ഡ്രഗ്സും ഒക്കെ തുടങ്ങാനുള്ള ഒരു കാരണമായി തീരുന്നത്. അപ്പോൾ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകൾ അല്ലേ, ക്രിമിനൽ തലത്തിലേക്ക് പോകാം. ഇത്തരം ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹോമോസെക്സ്വൽസ് അല്ലേ, ചെറുപ്രായത്തിൽ തന്നെ ഒട്ടും തിരിയാത്ത പ്രായത്തിൽ ഹോമോസെക്സ്വാലിറ്റിയിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഫിനാൻഷ്യൽ നീഡാണുള്ളത്. അവർക്ക് 100 രൂപയും 200 രൂപയും 500 രൂപയും ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ പിന്നീട് അത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ കസ്റ്റമേഴ്സ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും അതിലെത്തിപ്പെടും. അപ്പോൾ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഈ പഠന വൈകല്യം ഒരു കാരണമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ എല്ലാ വിഷയവും നന്നായി പഠിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ എൻ്റെ മകൾ SSLC പഠിക്കുകയാണ്, അവൾക്ക് മാത്സിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള കെയറിങ് കൊടുക്കണം. അപ്പോഴല്ലേ ആ കുട്ടിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇത് രക്ഷിതാവ് തൊട്ടറിയേണ്ടതും കണ്ടറിയേണ്ടതുമാണ്. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെക്കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവരുടെ കഴിവുകേടുകളും തിരിച്ചറിയാൻ സാധിക്കണം. അവിടെ കുട്ടികൾ പലപ്പോഴും മറ്റു പല വഴികളിലേക്കും എത്തിച്ചേരാനുള്ള കാരണങ്ങൾ പഠനത്തിലെ പിന്നോക്കാവസ്ഥയാവാം. അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടേണ്ട അറിവുകൾ കിട്ടാതെ വരുമ്പോൾ ഒരു പക്ഷേ ക്ലാസ്സിൽ അച്ചടക്കരാഹിത്യങ്ങൾ കാണിക്കുകയും പിന്നീട് അതിന് പിടിക്കപ്പെടുമ്പോൾ അതിനുള്ള റിവൈഞ്ച് മൈൻഡോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നു. അപ്പോൾ കുട്ടികളെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ സ്നേഹക്കൂടിനെ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്, ഈ ഒരു വെക്കേഷൻ, ഈ വരുന്ന വെക്കേഷൻ നമ്മുടെ മക്കൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിൽ നിന്നും അവർക്ക് കിട്ടേണ്ട മിനിമം അറിവുകൾ
ഓരോ വിഷയത്തിലും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇൻഷാ അള്ളാ അടുത്തൊരു അധ്യയന വർഷത്തിലേക്ക് അവരെ നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്നാണ്. ഈ ഒരു വെക്കേഷൻ നമുക്കതിനു വേണ്ടി വെറും പഠനം മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവർ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ 8ാം ക്ലാസ്സിലുള്ള കാര്യങ്ങൾ, അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ, ഭാഷകളുടെ കാര്യത്തിൽ, ഏതൊക്കെ ഭാഷ അവർ പഠിക്കുന്നുണ്ട് ആ ഭാഷകളൊക്കെ അവർക്ക് കിട്ടട്ടെ. അല്ല, അത് നമ്മൾ അവർ പിന്നെ പഠനം എന്നുള്ളതിലുപരി പഠിക്കുക എന്നുള്ള പരിപാടിയാണല്ലോ സ്കൂളിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ടൈം ബൗണ്ടായിട്ട് പഠിക്കാൻ വേണ്ടി അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നതിന് ബദൽ അവരുമായിട്ടൊരു സൗഹൃദ ഭാവം ഉണ്ടാക്കി അവരിൽ നിന്ന് എലിസിറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരണം. എന്നിട്ട് അവർക്ക് പ്രോത്സാഹനങ്ങൾ നടത്തി അവരുമായിട്ട് യാത്ര പോയി, യാത്രയിലും ഇതൊക്കെ ആവാലോ, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു യാത്ര കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്ത് വേണം, നമ്മുടെ ഒരു അജണ്ട നമുക്ക് വേണം. ഒരു യാത്ര നമ്മൾ ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ എവിടേക്കോ നമ്മൾ നടത്തുകയാണെങ്കിൽ ആ യാത്രയുടെ ഒരു പർപ്പസ് ഇതുകൂടി ആവണം. അപ്പോൾ ആ യാത്രയിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പ്രോബ് ചെയ്യുകയാണെങ്കിൽ, അന്വേഷിക്കുകയാണെങ്കിൽ കുട്ടി അതുമായിട്ട് സഹകരിക്കും. കാരണം കുട്ടിക്ക് ഒരു സുഖം കിട്ടുന്ന ഒരു യാത്രയാണ് ആ കുട്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും സാന്ദർഭികമായി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സാർ, നമുക്ക് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് സമയം ഉണ്ടാവില്ല, എന്നാലും അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അപ്പോൾ പാഠ്യ വിഷയങ്ങളുടെ കാര്യത്തിലൊക്കെ ഇതുപോലെ ഇന്ന് കുട്ടികൾക്ക് പഠന വിഷയങ്ങളെക്കാൾ അത്യാവശ്യമായിട്ടുള്ള ലൈഫ് സ്കില്ലുകളാണെന്ന് തോന്നാറുണ്ട് അല്ലേ? വെക്കേഷൻ ആ ഒരു മേഖലയിലേക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ നല്ല നിർദ്ദേശങ്ങളും അതുപോലുള്ള പരിഹാരങ്ങളും നമുക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ സാധിക്കണം. അവിടെ നമ്മൾ രക്ഷിതാക്കൾ മാറേണ്ടതുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് PSCയും UPSCയും അങ്ങനെയുള്ള സർക്കാർ തലത്തിലുള്ള ജോലികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് സംരംഭകത്വമാണ്. അതായത് ചെറിയ കുട്ടികൾ പോലും വലിയ സംരംഭകരായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് ആ സംരംഭകരാവാൻ അവർക്ക് സാധിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതൊരിക്കലും സ്കൂളല്ല അല്ലെങ്കിൽ കോളേജല്ല. കോളേജിൽ നിന്ന് അതൊക്കെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം അവിടെ വേറെ പലതുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പച്ചയായ സ്റ്റാർക്ക് റിയാലിറ്റീസ് ഓഫ് ലൈഫ് അല്ലേ, ഒരു ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി കാണേണ്ട ഒരു സംഗതിയാണ്, പ്രവാസിയായിട്ടുള്ള തൻ്റെ ഉപ്പ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി പെയിൻറ്റ് ചെയ്യുന്നു. ഈ രംഗം ഒരിക്കലും കുട്ടി കാണുന്നില്ലല്ലോ. കുട്ടി കാണുന്നത് നല്ല ഡ്രസ് കോഡിൽ നാട്ടിൽ വരുന്ന ഉപ്പ നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ ഗൾഫിൽ 11 മാസം ആ ഉപ്പ വർക്ക് ചെയ്യുന്ന പ്രയാസങ്ങൾ കുട്ടി അറിയുന്നില്ല. ഈ കുട്ടിയെ കാണിച്ചു കൊടുക്കേണ്ടത് അത് നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും അത്തരത്തിലുള്ള രംഗങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഒരു ഉപ്പ പണം സമ്പാദിക്കുന്നത്. അപ്പോൾ ജീവിതം ഇതാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പഠനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം എംപ്ലോയ്മെൻറ്റിന് അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഏണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കുട്ടിക്ക് ജോലി ചെയ്യാൻ പറ്റും. അതായത് ഒരു 15 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രൂപത്തിലുള്ള ജോലികൾ നമ്മൾ അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതവൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അല്ലേ? ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യാൻ ഒരു കുട്ടിക്ക് നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസാണ്. ഈ ഒരു 50 രൂപ 100 രൂപ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാസം അവന് ഒരു പൈസ കിട്ടുമല്ലോ. അപ്പോൾ വെക്കേഷൻ പീരീഡിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അത്തരത്തിലുള്ള വിശ്വസ്തരായ ആളുകളുടെ അടുത്താണ് ഈ കുട്ടികളാക്കേണ്ടത്. കാരണം ഒരു ഷോപ്പിലേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തേക്ക് വിട്ടിട്ട് നിലവിലുള്ള കുട്ടി ചീത്തയാവുന്ന അവസ്ഥ ഇല്ലാതിരിക്കുകയും വേണം. അവിടെ നിന്ന് നല്ല ശീലങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ കുട്ടി ജോലി ചെയ്യുമ്പോൾ, എനിക്കറിയാം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, അവൻ്റെ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് ജോലി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു ടയറിൻ്റെ ബിസിനസ്സാണ് അവൻ നടത്തുന്നത്. അവൻ എന്ത് ചെയ്തു, ആ കുട്ടിയെ അവൻ്റെ കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ഏകദേശം 1 മാസം ജോലി ചെയ്യിപ്പിച്ചു. ജോലി ചെയ്യാൻ കൊടുത്തത് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ
കമ്പ്യൂട്ടറും വെച്ച് അവനോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിനൊരു സാലറി ആ കമ്പനി ആ കുട്ടിക്ക് കൊടുത്തു. അത് കൊടുക്കുന്ന ദിവസമാണ് ഞാൻ ആ വീട്ടിലേക്ക് എത്തുന്നത്. അതൊരു വലിയ ഒരു സംഗതിയായിട്ടാണ് അവന് അത് എന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുത്തി. കാരണം ആ കുട്ടിക്ക് 15ാമത്തെ അല്ലെങ്കിൽ 16ാമത്തെ വയസ്സിൽ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് ഉണ്ടാക്കാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നത്. ഇതിന്ന് പല രക്ഷിതാക്കളും ചെയ്യുന്നില്ല. മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ഒരിക്കൽ പിന്നെ വയനാട്ടിൽ വെച്ചുകൊണ്ട് ഉണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു ഫേമിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവേർട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിച്ചു. ആ വിളിച്ചപ്പോൾ ആ രക്ഷിതാവ് ഒരു കുട്ടിയുമായിട്ടാണ് വന്നത്. ഈ കുട്ടി +1 പഠിക്കുകയാണ്. അപ്പോൾ ആ ഉപ്പയുടെ ജോലി, ഉപ്പ ഒരു എൻജിനീയറായിട്ട് സർക്കാർ തലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് വളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ഇൻവേർട്ടറിൻ്റെ ഒരു കമ്പനി തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുമായിട്ടാണ് പലപ്പോഴും അയാൾ പോവുക. അപ്പോൾ ഉപ്പ ഒരു അച്ചായനാണ്, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മകന് വേണ്ട ബേസിക് ലേണിംഗ് ഒക്കെ ഇവിടുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്നോട് പറയാണ്, എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം IAS ആണ്. ഈ കുട്ടി പറയാണ്, ആ IAS എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ഈ കാര്യത്തിന് ഞാൻ സഹായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കോൺഫിഡൻസും ഒരുപാട് സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്രോച്ചാണ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നർച്ചർ ചെയ്യേണ്ടത്, കൊണ്ടുവരേണ്ടത്. അതായത് ഒരു ഭാഗത്ത് പഠനം നടത്തുന്നതോടൊപ്പം നമ്മുടെ ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി കൂടി നമ്മൾ തയ്യാറാവുക. അതിനുള്ള ഒരു ഫ്രീഡം കുട്ടികൾക്ക് രക്ഷിതാക്കൾ കൊടുക്കുകയും വേണം. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യാനുള്ള കാരണം, പലപ്പോഴും രക്ഷിതാക്കൾക്കുള്ള പ്രശ്നം, രക്ഷിതാവിൻ്റെ അതേ പെർഫെക്ഷനിൽ അതേ ഒരു സിസ്റ്റത്തിൽ കുട്ടികൾക്ക് ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ന്യൂനതകളുണ്ടാവും, പോരായ്മ ഉണ്ടാവും. ആ ന്യൂനത ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വെക്കേഷൻ ഏറ്റവും നല്ല രൂപത്തിൽ മാറ്റാൻ സാധിക്കും. എല്ലാ പോയിന്റുകളും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നല്ലൊരു ചർച്ച. വെക്കേഷൻ ഏറ്റവും ക്രിയാത്മകമായി. ഇനി ഇതിൻ്റെ ഒരു തുടർച്ച അത്യാവശ്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം നമ്മുടെയൊക്കെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുകയും നമുക്ക് വേണ്ട നല്ല ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്ത ബഹുമാനനായ സഹസറിന് ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. പരിശുദ്ധ റമദാൻ, ആ റമദാനിൻ്റെ ഏറ്റവും പുണ്യമായ ദിവസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പീസ് റേഡിയോയ്ക്ക് ഉണ്ടാവണം, സ്നേഹക്കൂടിനുണ്ടാവണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ, രോഗങ്ങൾക്ക് പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.